നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തന്നെ കേരളത്തിലെ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിച്ചതാണ്. നിലമ്പൂർ മലപ്പുറത്താണെങ്കിലും വയനാട് പാർലമെൻറ്റിൻ്റെ ഭാഗമാണ്. ആ ജനങ്ങളുടെ ഒരു ദുഃഖം ഞാനൊന്ന് പറയട്ടെ. അവർക്കിപ്പോൾ MLA ഇല്ല, MP ഇല്ല. ഇടയ്ക്കൊരാൾ വന്നു, അയാൾ രാജിവെച്ച് പോയി. ഇപ്പോൾ മറ്റൊരാൾ വന്നു, പ്രിയങ്ക വദ്രയാണ് ഇപ്പോൾ അവിടുത്തെ MP. പക്ഷെ അവർ ഇപ്പോൾ മണ്ഡലത്തിൽ കാണാനില്ല. അങ്ങനെ MLAയും MPയും ഒരേ സമയത്ത് ഇല്ലാതിരുന്ന കേരളത്തിലെ ഏക നിയമസഭയായി നിലമ്പൂർ മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ കെടുതികളെല്ലാം ആ നാട്ടിലെ ജനങ്ങൾ അനുഭവിച്ച് നമ്മൾ മലയാളത്തിൽ പറയിച്ച് അനുഭവിച്ച് ചീട്ട് വാങ്ങുക എന്നുള്ള അവസ്ഥയിലാണ്. ഏറ്റവും വലിയ ഗതികേടിലാണ് നിലമ്പൂരിൽ നിന്ന് എത്തി നിൽക്കുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇവിടെ തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്നു. അൻവറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം, അൻവർ നല്ല ഒന്നാം തരം ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിന് എന്തെല്ലാം ബിസിനസ്സുകൾ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ. അദ്ദേഹം ഏതോ പുഴയിൽ ചെന്ന് അവിടെ വന നിയമങ്ങൾക്ക് വിരുദ്ധമായി അവിടെ ജലസ്രോതസ്സുകൾ ക്രമീകരിക്കുകയും വാട്ടർ പാർക്കിൽ അനധികൃതമായി വെള്ളം ഒഴുക്കുകയൊക്കെ ചെയ്തു. അന്ന് അതിനെതിരെ ശക്തമായി സമരം ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഇപ്പോൾ കോൺഗ്രസ്സിന് അദ്ദേഹം LDFിൽ കച്ചവടത്തെ പറ്റി തെറ്റിയപ്പോൾ അദ്ദേഹം LDFിൻ്റെ MLA സ്ഥാനം തന്നെ രാജിവെച്ച് വിജയിപ്പിച്ച ജനങ്ങളെയാണ് വെല്ലുവിളിക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. വെല്ലുവിളിച്ചിപ്പോൾ UDFിൽ ഒരു തൃണമൂൽ കോൺഗ്രസിലൂടെ എത്തിയിരിക്കുന്നു. തൃണമൂൽ കോൺഗ്രസും ഒക്കെ ഈ പറഞ്ഞതുപോലെ INDAയുടെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് സഹകരിക്കാതിരിക്കാം, അതൊക്കെ അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. ഞങ്ങൾക്കതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഈ മലപ്പുറത്ത് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ കോൺഗ്രസ്സിന് പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു സ്ഥാനാർത്ഥി വരും, കൈപ്പത്തി ചിഹ്നം നൽകും, ബാക്കിയെല്ലാം മുസ്ലിം ലീഗാണ്. കാരണം മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വത്തിന് കീഴിൽ കോൺഗ്രസ്സിന് മലപ്പുറത്തും കോഴിക്കോടും കാസർഗോഡും അടക്കമുള്ള മലബാർ മേഖല, എന്താണ് പാലക്കാട് മുതൽ കഴിഞ്ഞ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ നാം കണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചപ്പോൾ ആദ്യ തക്ബീർ വിളിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിയത് SDPIക്കാരാണ്. SDPIക്ക് ദാനം കിട്ടിയ ഒരു MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കേരളത്തിൽ ഇതുവരെ ഒരു MLA ജയിക്കുമ്പോഴും SDPI പരസ്യമായി തെരുവിലേക്ക് ഇറങ്ങിയിട്ടില്ല. രഹസ്യമായിട്ടൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ടല്ലോ. അങ്ങനെ കേരളത്തിൽ ഇസ്ലാമിക ഭീകരവാദ സംഘടനകളോടൊക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസും ലീഗും അടക്കം കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി പ്രത്യക്ഷമായി തന്നെ സ്വീകരിച്ചു വരുന്നത്. ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂമിയിൽ വലിയ ഗുരുതരമായ പ്രശ്നങ്ങൾ തന്നെയാണ് ഇത് സൃഷ്ടിച്ചിട്ടുള്ളത്. പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ നിരോധിച്ചു. ഇപ്പോൾ അങ്ങനെയുള്ള ശക്തികളെല്ലാം തന്നെ മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം ലീഗ് പോലുള്ള കക്ഷികളുടെയൊക്കെ ഭാഗമായിട്ട് നിന്ന് കേരളത്തെ കാർന്ന് തിന്നാൻ വരുമ്പോൾ അവർക്കെല്ലാവർക്കും കേരളത്തിലെ രാഷ്ട്രീയ ഹൃദയത്തിലേക്ക് ഒരു എൻട്രിയാണ് കോൺഗ്രസും CPMും മുസ്ലിം ലീഗൊക്കെ ചേർന്ന് തുറക്കാൻ പോകുന്നത്. അൻവറിൻ്റെ യുദ്ധം ആരോടാണ്? അൻവറിൻ്റെ യുദ്ധം സംഘപരിവാറിനോടാണ്, ഈ രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനോടാണ്. അപ്പോൾ കുറേ നാൾ LDF കൊള്ളായിരുന്നു. കാരണം ന്യൂനപക്ഷ പ്രീണനത്തിൽ മുന്നിൽ നിന്നത് LDF ആയിരുന്നു. ഇപ്പോൾ ന്യൂനപക്ഷ പ്രീണനത്തിൽ LDFിനേക്കാൾ പറ്റിയ മേച്ചിൽപ്പുറം UDF എന്ന് കണ്ടു. പണമൊഴുക്കാൻ നല്ല ഒരു ഇടം കിട്ടിയിട്ടുണ്ട്, പണം കക്കാൻ പറ്റിയ കള്ളന്മാരെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ചേരേണ്ടതേ ചേരൂ എന്നുള്ളത്, കൂടുതൽ ചേരൂ എന്നുള്ള അടിസ്ഥാനത്തിൽ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലൂടെ അൻവർ ഇപ്പോൾ UDFിൻ്റെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും UDFിന് രാഷ്ട്രീയപരമായി എന്തൊക്കെ തന്നെയായാലും അത് വലിയ ഗുണം ചെയ്യും എന്ന് ആരും കരുതുന്നില്ല. അവർക്കൊരു ജൂനിയർ മാൻഡ്രക്കായി ഈ അൻവർ മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല.